കോഴിക്കോട് മൂഴിക്കലിലെ കൊലപാതകത്തിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം ബന്ധുവായ യുവാവ് ജീവൻ ഒടുക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം നസ്രീനയുടെ ഫോണിൽ നിന്ന് തന്നെ അദ്നാൻ സുഹൃത്തിന് സന്ദേശം അയച്ചതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താനൊരുങ്ങുകയാണ് പോലീസ്. സത്യത്തിൽ ബ്രോ എനിക്കത് അബദ്ധം പറ്റിപ്പോയതായിരുന്നല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു കാര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഫുൾ ഫിറ്റായിരുന്നു. ഞാൻ ആകെ കാലത്ത് മുതൽ നല്ല മദ്യത്തിൽ നല്ല കുളിച്ച് കിടക്കാറുണ്ട് ഇന്നലെ. അപ്പം അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. കോഴിക്കോട് മൂഴിക്കല് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നസ്രീൻ എന്നുള്ളൊരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയുടെ മൂത്തമ്മയുടെ മകനെ അദ്നാൻ എന്നുള്ള 20 വയസ്സുള്ള ഒരാൾ കഴുത്ത് ചരിച്ച് കൊന്നൊരു സംഭവം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ നിർണായക വിവരങ്ങളാണ് ആ കണ്ടെടുക്കപ്പെട്ട ഫോണിൽ നിന്ന് കിട്ടിയത്. ആ നസ്രീൻ്റെ 2 ഫോണും അദ്നാൻ്റെ ഒരു ഫോണും ആ വീട്ടിലൊരു കിണറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. അത് ആ കിണറ്റിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ ആ ഫോണ് പരിശോധിച്ച് നോക്കുമ്പോൾ നസ്രീൻ്റെ നമ്പറിൽ നിന്ന് അദ്നാൻ്റെ സുഹൃത്തിന് അയച്ച ചില സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങളാണ് പോലീസിനെ ഞെട്ടിച്ചത്. മരണപ്പെട്ട നസ്രീൻ എങ്ങനെയാണ് സ്വന്തം ഫോണിൽ നിന്ന് അദ്നാൻ്റെ സുഹൃത്തിന് മെസ്സേജ് അയക്കുക, ആ അന്വേഷണത്തിലാണ് നിർണായക ചില വിവരങ്ങൾ പുറത്തു വന്നത്. ആ സന്ദേശം ഇങ്ങനെയാണ്. എന്ന് ചോദിച്ചു, നിനക്ക് ഇയാളെ പരിചയമുണ്ടോ എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തുള്ള ആളുണ്ട്. കാരണം അവൻ്റെ ഒരു ബൈക്ക് അവൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കാശ് കൊടുക്കേണ്ട ദിവസമാണ് അന്ന്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന നസ്രീൻ എന്ത് ചെയ്യുകയാണ്, ഈ മെസ്സേജ് അയക്കാണ്, നിനക്ക് ഞാൻ കാശ് കിട്ടില്ല, അതിനാൽ മരിച്ചു എന്നാണ് ആ മെസ്സേജിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആൾ എന്താ കരുതുക, നസ്രീൻ എന്ന് പേരൊരു പെൺകുട്ടിയുടെ പരിചയമില്ലാത്തൊരു നമ്പർ, ആ നമ്പറിൽ അതിനാണെന്ന് പേരുള്ള തനിക്ക് ബൈക്കിൻ്റെ റെന്റ് കൊടുത്തതിൻ്റെ ക്യാഷ് തരാനുള്ള ഒരാൾ അത് തരില്ല എന്ന് പറയുമ്പോൾ ഈ നസ്രീൻ എന്താണ് അതിൽ ബന്ധം? അങ്ങനെ ഇയാൾ ഈ നമ്പറിലേക്ക് വിളിക്കുകയാണ്. കാരണം ഇതൊരു അൺനോൺ നമ്പർ ആണല്ലോ, അയാൾക്ക് പരിചയമില്ലാത്തൊരു നമ്പറാണല്ലോ. പക്ഷെ ഫോൺ എടുക്കുന്നില്ല. സത്യത്തിൽ ഇത് നസ്രീൻ അയച്ചതല്ല, മറിച്ച് നസ്രീനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി ഈ ഒരു കൊലയാളി അദ്നാൻ, അവൻ ഇതിന് പ്ലാൻ ചെയ്ത് വന്ന ഒരാളാണ്. പൊടുന്നനെ മോഷണത്തിനിട സംഭവിച്ചൊന്നുമല്ലട്ടാ, ഇത് മോഷണത്തിനിടയിൽ സംഭവിച്ചൊരു കൊലപാതകമല്ല. ഇവന് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ആ കുടുംബത്ത് താമസിച്ചിരുന്നവരാണ്. കാരണം ഇത് അദ്നാന്റെയും ഉമ്മാന്റെ വീടാണ്, നസ്രീന്റെയും ഉമ്മാന്റെ വീടാണ്. ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന് മിടുക്കിയായ നസ്രീനാണ്. ഇവരെ വല്യുപ്പ ഹംസ എന്ന് പറയുന്ന ഒരാളെ ബിസിനസ്സിലൊക്കെ നന്നായിട്ട് അത് മുഴുവനും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നസ്രീന് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര വൈരാഗ്യം ഈ നസ്രീനോട് ആർക്കുണ്ട്, അദ്നാൻക്കുണ്ട്. പിന്നെ ആ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, ചില എന്തോ കാശിന്റെ മോഷണോ എന്തോ ഉണ്ടായപ്പോൾ അദ്നാന്റെ കുടുംബം അവിടുന്ന് മാറിപ്പോകേണ്ടി വന്നു. അപ്പൊ അദ്നാന്റെ ഉള്ളിൽ പകയും വൈരാഗ്യവുമാണ്. ആ വൈരാഗ്യം തീർക്കാനാണ് അവൻ അന്നാ രാത്രിയിൽ ആരും അറിയാതെ അവിടെ വന്നത്. അല്ലാതെ മോഷണത്തിനിടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചൊരു കൊലപാതകമല്ല. അപ്പൊ അത് വലിയ ഗൗരവമുള്ളൊരു കേസാണ്. അങ്ങനെ അവൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൻ ആ കാശ് കൊടുക്കാതിരിക്കാനും ഇവൻ മുൻകൂട്ടി പ്ലാനിഡാണ് എന്ത്, തൻ്റെ ജീവൻ ഒടുക്കാൻ. അതുകൊണ്ടാണ് ഇവൻ ആ റൂമിൽ അകപ്പെട്ട സമയത്ത് രക്ഷപ്പെടാൻ പോലും ശ്രമിക്കാതെ ഇവൻ അവൻ്റെ മുഖത്ത് തന്നെ ആ ഒരു സെല്ലോ ടോപ്പൊക്കെ ഒട്ടിച്ചിട്ട് സ്വയം മരണത്തിന് കീഴടങ്ങിയത്. അപ്പോൾ അവൻ നസ്രീൻ്റെ ഫോണിൽ നിന്ന് നസ്രീൻ അയക്കുന്നു എന്ന വ്യാജേന അവൻ്റെ ഫ്രണ്ടിന് ഇനി കാശ് തരില്ല, ഈ കാശൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആള് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വിട്ടു. ഇതിൽ ഒരു കാര്യം മനസ്സിലായി, ഈ അദ്നാൻ എന്ത് ചെയ്താണ്, സ്വയം ജീവൻ എടുക്കാൻ നേരത്തെ തീരുമാനിച്ചതാണ്. അത് നസ്രീനെ കൊല്ലാൻ അവൻ തീരുമാനിച്ചു. അപ്പോൾ അവൻ്റെ ഉള്ളിൽ പ്ലാനഡ് ആയിട്ട് വന്ന ഒരു കൊടും ക്രിമിനലാണ് അയാൾ. അപ്പോൾ ആ ഫോണ് വീട്ടുകാർക്ക് കിട്ടിയപ്പോൾ വീട്ടുകാർ ഒരു പക്ഷേ ആ ഫോണ് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവളുടെ നസ്രീൻ്റെ ഫോണിൽ നിന്നാണ് ഇങ്ങനൊരു മെസ്സേജ് അയച്ചത് എന്നൊക്കെ കാണുമ്പോൾ ഇതൊരു വലിയ പുലിവാലാവണ്ടെന്ന് കരുതിയിട്ട് അവരൊരു ബുദ്ധിമോശത്തിന് അവരത് കിണറ്റിലിട്ടിട്ടുണ്ടാവാം. അല്ലാതെ അദ്നാനല്ല അത് ഇട്ടിട്ടുള്ളത്. 20 വയസ്സുള്ള ഒരു ചെറുക്കൻ എന്ന് വെച്ചാൽ കൗമാരം വിട്ടു മാറുമ്പോഴേക്ക് ഇത്തരമൊരു ക്രൂരമായിട്ടൊരു രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ ഇപ്പോഴത്തെ ചുറ്റുപാടുകൾ, സിനിമ ഒരു കാരണമാവാം, പക ഉള്ളിലൊരു കാരണമാകാം. നമ്മുടെ ഇത്രയും 20 വയസ്സുകാരൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു കളിപ്രായം മാറി വരുന്നല്ലേ ഉള്ളൂ, കൗമാരക്കാലം മാറി വരുന്ന ഒരു യങ്ങായിട്ട് മാറാൻ അപ്പോഴേക്കും ഇങ്ങനെ ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താം. ഇപ്പുറത്ത് നസ്രീൻ എന്നുള്ള പെൺകുട്ടി 10ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ളൂ. ഈ കുട്ടിയുടെ ഡ്രീംസ്, ആ പെൺകുട്ടിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം, ആ പെൺകുട്ടിയും എൻ്റെ വല്യപ്പാൻ്റെ ബിസിനസ്സിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്നു. അപ്പോൾ ഉള്ളിൽ വൈരാഗ്യം, ഇവൻ്റെ ഉള്ളിലുള്ള ക്രിമിനൽ മൈൻഡ് ഉണ്ടല്ലോ, അഫാൻ മോഡൽ, സ്വന്തം കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്ന അഫാൻ മോഡലുള്ള ഒരു ക്രിമിനലായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു അദ്നാൻ. അതാണ് കറക്റ്റ്. അപ്പോൾ പോലീസ് പറയുന്നൊരു കാര്യം, ഈ ഫോണ് കിണറ്റിലിട്ടത് ആരാണ്, ഈ 3 ഫോണുകളും കിണറ്റിലിട്ടത് ഇവരുടെ കുടുംബത്തിൽപ്പെട്ട, ആ പെൺകുട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട ആരോ ആയിരിക്കണം. എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവൻ്റെ ഉള്ളിൽ ക്രിമിനൽ മൈൻഡ് ഉണ്ട് എന്നുള്ളതാണ്.
ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വേറൊരു മർഡർ ഉണ്ടാവില്ല. കാരണം ഒരു കുടുംബത്തിൽ കയറി വന്നിട്ട് 10-20 വയസ്സായ ഒരു ചെറുക്കൻ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ, അതും 10-15 വയസ്സുള്ള 16 വയസ്സുള്ള ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ചെയ്യുന്നിട്ട് ഇങ്ങനെ പ്ലാനഡ് ആയിട്ടായിരുന്നു മെസ്സേജ് അയക്കുക. ഇതിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ വരുമ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള മറ്റു കാരണങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. അതോടൊപ്പം വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇന്നലെ ആ ഒരു വാൽപ്പാറ ദുരന്തത്തിൽ മരണപ്പെട്ട കുറച്ച് ആളുകളുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പം നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു വൃത്തികെട്ട ഒരു മനുഷ്യൻ അവരെ മുഴുവനും അപഹസിച്ചുകൊണ്ട് കമന്റ് ഇട്ടത്, അതായത് ആ മരണപ്പെട്ട ആളുകൾ ഹൂറികൾ മുസ്ലിങ്ങളാണെന്നുള്ളൊരു മുസ്ലിം വിദ്വേഷമാണ്, മുസ്ലിം വിദ്വേഷം, വർഗീയത. ആ വർഗീയമായിട്ട് കമന്റിട്ട ആൾ ഇപ്പം മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. മൂപ്പര് പറയണത്, ഞാൻ മദ്യപിച്ചിട്ട് ഒരു ആവേശത്തിന് ചെയ്തതാണ്, ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ഞാൻ വർഗീയവാദിയല്ല. ഇതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇതങ്ങോട്ട് കുടിച്ചാലേ മനുഷ്യൻ പിന്നെ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം കൊണ്ട് പുറത്തു വരും. ചില ആളുകൾ കുടിച്ചാൽ അക്രമാസക്തരം, ഓൻ്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ മൈൻഡ്, ഒരു അനിമൽ ഉണ്ട്, എൻ്റെ ഉള്ളിൽ വർഗീയത ഉണ്ട്. ഈ വർഗീയത ഇവനിങ്ങനെ ആരോട് മുന്നിൽ കാണിക്കാതെ ഇങ്ങനെ പോളിഷ് ചെയ്ത് നടക്കുകയാണ്. അതിനിടയിലാണ് ഇവൻ കുടിച്ചപ്പോൾ പിന്നെ ഇവൻ ആ മാപ്പ് പറയുന്ന രംഗം കണ്ടാൽ, മാപ്പ് സ്വീകരിക്കേണ്ടത് നമ്മളെ പോലെയുള്ള ആളുകളല്ല, ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരുടെ ജീവിച്ചിരിക്കുന്ന കുടുംബക്കാരാണ്. എന്നിട്ട് വേണം മാപ്പ് എന്ന് കേൾക്കുക. സത്യത്തിൽ ബ്രോ എനിക്കത് അബദ്ധം പറ്റിപ്പോയതായിരുന്നല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു കാര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ ഫുൾ ഫിറ്റായിരുന്നു. ഞാൻ ആകെ കാലത്ത് മുതൽ നല്ല മദ്യത്തിൽ നല്ല കുളിച്ച് കിടക്കാറുണ്ട് ഇന്നലെ. അപ്പൊ ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ സതീഷ് മാധവന്റെ പോസ്റ്റ് പോലും ഞാൻ ശരിക്കും വായിച്ചിട്ടില്ല, ആ വിഷയം പോലും ഞാൻ കണ്ടില്ല. ഞാനൊരു മുസ്ലിങ്ങളുടെ പേര് കണ്ടു, ഉടനെ ഞാൻ അങ്ങ് കയറി അങ്ങ്. അപ്പൊ അങ്ങനെ ഒരു കാരണം വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ ചേർത്തലയിൽ മറ്റേ കുഴിമന്തി ഹോട്ടലിൽ മറ്റേ വിഷുവിന്റെ ആ ഒരു വിഷയമുണ്ട്. വിഷു ബ്രോഷർ ഇറക്കിയല്, വിഷു ആശംസകൾ ബ്രോഷർ ഇറക്കിയല് ഉണ്ണിക്കണ്ണനെ കൊണ്ട് കുഴിമന്തി തിരിക്കുന്നതും, അതുപോലെ അതിന്റെ അപ്പുറത്ത് മറ്റേ ഷിയാസ് കരീം എന്ന് പറയുന്നവൻ ബീഫ് മറ്റേ എന്താ പറയാ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി വിന്നറിനെ കൊണ്ട് നീ സംഖ്യയായോ, നീ ആ കുട്ടി ബീഫ് തിന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സംഖ്യയായോ എന്ന് ചോദിച്ചിട്ട് അവന്റെ ഒരു കമന്റ്. അപ്പൊ അങ്ങനെ അതിന്റെയൊക്കെയുള്ള ഒരു അമർഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ ഒരു അമർഷത്തിന്റെ ബേസ് എന്റെ ഉള്ളിൽ കിടക്കണമെന്നുകൊണ്ടാണ് ഞാൻ ഇന്നലെ നല്ല അസൽ കള്ളായിരുന്നു, മദ്യമായിരുന്നു. ഞാൻ നോർമലി ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ഒരാളൊന്നും അല്ല, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. എനിക്ക് ഇഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും ജോലി ചെയ്യുന്നത്. ഞാനിപ്പോഴും ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരന്റെ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവര് തരുന്ന അന്നം തന്നെയാണ്. മാസം 16,000 രൂപയാണ് എന്റെ ശമ്പളം. ആ ശമ്പളം മേടിക്കുന്ന ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ. എനിക്ക് അതിനൊരു മടിയില്ല അത് പറയാനായിട്ട്. സുഹൃത്തെ, എനിക്ക് എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ഈ എന്താ പറയാ മതമല്ല, ഒരുതരം ഇത്തരം ഈ ബ്ലഡി ഇഡിയറ്റ് കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു അമർഷം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു കമന്റ് ഇട്ടത്. മനസ്സിലായോ? അതും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സതീഷ് മാധവന്റെ പോസ്റ്റിലാണ് ഞാൻ ആ കമന്റ് ഇട്ടത്. ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കൊന്നുമില്ല. ഞാനൊരു ഇസ്ലാം വിരുദ്ധനോ ഇസ്ലാമോഫോബിക്കൊന്നുമല്ല. പക്ഷെ മതതീവ്രവാദത്തിനെതിരെ ഞാൻ എന്നും ശക്തമായിട്ട് ഇടപെടുന്ന ഒരാൾ തന്നെയാണ്. ഒരു തർക്കവും വേണ്ട ആ കാര്യത്തിൽ. ഇസ്ലാം മത തീവ്രവാദത്തിന് അല്ലെങ്കിൽ താലിബാനിസത്തിനെതിരെ ശക്തമായിട്ട് പോരാടുന്ന ഒരാൾ തന്നെയാണ്. ഇനിയിപ്പോൾ അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യണ്ട. ഇവിടെ നോർമലി ഒരു മുസ്ലിമിനെ നമ്മൾ എതിർക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. സുഹൃത്തെ, എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ജീവിതത്തിൽ മുസ്ലിം വിരുദ്ധനൊന്നുമല്ലപ്പാ. എന്തിനു മുസ്ലിം വിരുദ്ധമായിരിക്കും? മനുഷ്യനായി കാണുന്ന ഞാനൊരു ഫെമിനിസ്റ്റാണ്. അത് തർക്കമൊന്നും വേണ്ട. ഞാനൊരു ഫെമിനിസ്റ്റാണ്. എൻ്റെ എന്താ പറയാ, എൻ്റെ ടാറ്റു അടക്കം ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഞാനൊരു ഫെമിനിസ്റ്റാണ്, പക്ക 100% ഫെമിനിസ്റ്റാണ്. അപ്പൊ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഈ മതമൊക്കെ ആയിട്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ചില ഈ കറകളാണ് നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും നമുക്ക് എന്താ പറയാ ഓവർഫ്ലോ ആവുന്നത്. മനസ്സിലായോ? ഞാൻ പക്ക ഫെമിനിസ്റ്റാണ്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. കേരളത്തിൽ ഒരു നല്ല ശതമാനം പേർക്ക് എന്നെ അറിയാം. എൻ്റെ പേരും അറിയാം, എന്നെ അറിയാം. ഞാനൊരു ഫെമിനിസ്റ്റാണ്. ശബരിമല വിഷയത്തിലൊക്കെ പെണ്ണുങ്ങളെ ശബരിമല എത്തിച്ചതിലൊക്കെ നല്ല മുഖ്യ പങ്ക് വഹിച്ച ഒരാൾ തന്നെയാണ് ഞാനും. സുഹൃത്തുക്കൾ, നിങ്ങൾ എന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി വാട്സപ്പിൽ നമുക്ക് സൗഹൃദം പുലർത്താം. നമ്മുടെ സംശയങ്ങൾ എനിക്ക് എനിക്ക് ഒരു അത്യാവശ്യം മതപണ്ഡിതനാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യം എൻ്റെ സംശയങ്ങൾ നിങ്ങളോടും എനിക്ക് ചോദിക്കാം. എൻ്റെ സംശയങ്ങൾ നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും പറയാമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങൾ എന്നെ ഡിലീറ്റ് ചെയ്യേണ്ട. ഈ സൗഹൃദം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരു വാട്സപ്പിൽ ഒരു ഇതിട്ടതിൽ എനിക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും സന്തോഷമുണ്ട്. ഏതായാലും ഈ മാപ്പ് ഞാൻ മുഴുവനായിട്ട് ഞാൻ പറയണില്ല. ഇവന്റെ ഇങ്ങനെ കുറെ വിശദീകരണങ്ങളാണ്. നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പൊ ഹജ്ജിന് വേണ്ടിയുള്ള യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഹാജിമാര് മക്കയിലെത്തി. അവർക്ക് വളരെ വലിയ സ്വീകരണം, നല്ല ബൈത്തുകൾ ആരംഭിച്ച് കാരക്കയും സംസം വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് സൗദിയിലുള്ള അവിടുത്തെ ഹജ്ജ് മന്ത്രാലയം അവരെ സ്വീകരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഹാജിമാർ 30-ാം തീയതിയാണ് പോവുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ കാണുന്ന പലരും പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ ഹജ്ജിന് പോകുന്നുണ്ട്. പല ആളുകളും പങ്കുവച്ചിരുന്നു അവരുടെ എല്ലാ യാത്രയും ഹജ്ജും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളിത് ചോദിക്കുന്ന ഒരു ചോദ്യം ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഹജ്ജിനെത്തുന്ന ഒരാളുകൾക്ക് വല്ലാത്തൊരു കൊതിയാണ് ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ കഴിയാന്നുള്ളത്. കാരണം അത് കഴിയാൻ വളരെ ഭാഗ്യമുള്ള ആളുകൾ ലഭിക്കുള്ളൂ. കാരണം
കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരേ സമയം തവാഫ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ചെന്നിട്ട് ഒന്ന് കൈകൊണ്ട് മുത്താൻ, ചിലപ്പോൾ കൈകൊണ്ട് മുത്താനേ കഴിയുള്ളൂ, നേരെ ചുണ്ടുകൊണ്ട് ചുംബിക്കാനൊക്കെ ഹജ്ജിന്റെ സമയത്ത് കഴിയാന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഭാഗ്യം ലഭിക്കുന്ന ആളുകൾക്ക് അത് കഴിയുള്ളൂ. അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ ഹജറുൽ അസ്വദ് എന്നുള്ള ഈ വിശുദ്ധമായ കല്ല് അള്ളാഹു ഇറക്കിയത് എവിടെ നിന്നാണ് എന്നുള്ളതാണ്. അത് എവിടെ നിന്നാണ് ആ കല്ല് കിട്ടിയത് എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.